വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ റാക്കിഡീസ്. എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്ന. അപ്പോൾ ഈ ചാടിത്തുള്ളലെല്ലാം കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഞങ്ങളിന്നൊരു ട്രിപ്പ് പോകണം കേട്ടോ. ഇതിൻ്റെ ട്രിപ്പ് കണ്ടിട്ട് പോണത് എവിടേക്കാണെന്ന് അറിയാം. പോണത് ഫുജേറയിൽ 2-3 സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഡെസ്റ്റിനേഷൻ. ഫസ്റ്റ് ഞങ്ങൾ എത്തിയത് ഷീസ് പാർക്കിലാണ്. ഷീസ് പാർക്കിൻ്റെ എൻട്രൻസ് ഫീസ് 5 dirhams ആട്ടോ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് പയ്യെ പാർക്കിൻ്റെ എൻട്രൻസിലോട്ട് കയറി ചെന്നപ്പോഴാണ് മനസ്സിലായത് നല്ല ചൂടാണ്. ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 43-42 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കാണും ഗൈസ്. പക്ഷേ ചൂട് കാരണം നമുക്ക് ട്രിപ്പിൻ്റെ വൈബ് വിട്ട് കളയാൻ പറ്റുമോ? ഇല്ല. ആ നട്ടപ്പാലിച്ച നേരത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷീസ് പാർക്കിൽ. അപ്പോൾ കണ്ട പൂച്ചൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട ചൂടെടുത്തിട്ട്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എത്തിച്ചേർന്നത് കിഡ്സ് പ്ലേയിങ് ഏരിയയിലോട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രം തുറന്നിട്ട് ആ പാർക്കിലോട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ഗൈസ്. പരമാവധി എൻജോയ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി എൻജോയ് ചെയ്ത്. കുറേ നാളുകളായി ഇതിലൊക്കെ ഒന്ന് ഇരുന്നിട്ട് കുഞ്ഞിലേ ഇരുന്നതാണ് ഞങ്ങൾ. കുട്ടികൾക്ക് കൊടുത്തില്ല, കുട്ടികൾക്ക് കൊടുക്കണേൽ കൂടുതൽ ഞങ്ങളാണ് അതിൽ എൻജോയ് ചെയ്തത്, ഒന്നും പറയണ്ട. Come on, Benazir, Pivida. കേറിക്കോ. അതുക്കും മേലെ കീഴെ പാക്കണ്ട, മേലെ പോ. തഞ്ചാവൂർ കൊഞ്ചം കീഴെ. സിദ്ര കമോൺ. ഇങ്ങോട്ട് വാ. ഒരുവിധം അവിടെ ചുറ്റിക്കറങ്ങി എൻജോയ് ചെയ്തപ്പോഴത്തേനും എല്ലാവർക്കൊക്കെ ഒന്ന് വിശന്ന്. അപ്പോൾ കുറച്ച് ഫുഡ്സൊക്കെ ഞങ്ങൾ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് പിന്നെ നോക്കിയപ്പോൾ ഉണ്ടടാ ഷീസ് പാർക്കിൽ മേലിലോട്ട് ഇങ്ങനെ സ്റ്റെപ്സ് ഇട്ടിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് കയറാനുണ്ട്. ചൂടൊക്കെ കാരണം ആദ്യം കുറച്ച് ആൾക്കാർ മടിച്ചെങ്കിലും കൂടി അത് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റും. അങ്ങോട്ടും കയറി ഗൈസ്. കുറേ കയറാനുണ്ട്. അവിടേക്കും ഞങ്ങൾ കയറി. ഫസ്റ്റൊക്കെ ഞങ്ങൾ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ കയറി പയറുമണി പോലെ കയറി വന്നിട്ടാ. പിന്നെ ഉണ്ടടാ ഓരോ സ്റ്റെപ്പ് കയറും തോറും ചൂട് ഇങ്ങനെ കൂടി വരണം. ലാലേട്ടൻ പറയണ പോലെ ഉയരം കൂടും തോറും ചായയുടെ സ്വാദ് കൂടുന്ന പറയണ പോലെ ഉയരം കൂടും തോറും ചൂട് കൂടി വന്ന്. എന്നാൽ നമ്മൾ വിട്ട് കളയാൻ പറ്റുമോ? ഞങ്ങൾ അങ്ങോട്ട് കയറി. എന്താണ് ആ മേലത്തെ വ്യൂ എന്നറിയണ്ടേ? പക്ഷെ സൂപ്പറായിരുന്നു കേട്ടോ. എന്തെന്നായാലും ഇവരെ സമ്മതിക്കണം. ഇത്രയും എന്താ പറയുക, മലയിടുക്കുകളിൽ ഇത്ര അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് പാർക്കൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഇതുണ്ടല്ലോ. ഇപ്പോൾ ചൂട് കാരണമാണ് ഞങ്ങൾക്ക് കുറച്ച് ഇത് തോന്നെങ്കിലും കൂടി തണുപ്പ് കാലത്ത് നല്ല അടിപൊളിയായിരിക്കും ഇവിടെ. അങ്ങനെ പിന്നാലെ ഓരോരുത്തരും ഇങ്ങനെ കയറി വരണ്ട കേട്ടോ. ഞാനും പിവിതയും സലിജയും ബനസീറും അരുണാണ് ആദ്യം പോണ ആൾക്കാർ. പിന്നാലെ ഉറുമ്പ് വരണ പോലെ ഓരോരുത്തരും ഇങ്ങനെ കയറി വരുന്നുണ്ട്. നോക്കാൻ നമുക്ക് അവിടെ പോയിട്ട് എന്തിപ്പോൾ കാണാനുള്ളതെന്ന്. അങ്ങനെ കയറി എല്ലാവരും ഒരുവിധം എത്തി ഗൈസ്. ഇതാണ് ഞങ്ങൾ കയറിയ ഒരു പ്രയാസം ഇറങ്ങാനുണ്ടായിരുന്നില്ല കേട്ടോ.
ഞങ്ങൾ ഓടി ഓടി ഇറങ്ങി പെട്ടെന്ന് തന്നെ ബസ്സിൽ കയറി. ബസ് കുറച്ച് കുഞ്ഞായിരുന്നു. അതായിരുന്നു ഇപ്രാവശ്യത്തെ ട്രിപ്പിൻ്റെ ഒരു ഡ്രോബാക്ക്. സാരമില്ല, അടുത്ത പ്രാവശ്യം ഞങ്ങളത് ശരിയാക്കും. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് പോണത് നമ്മളുടെ കൽബയിലുള്ള ഹാങ്ങിങ് ഗാർഡനിലോട്ടാണ്. ഷീസ് പാർക്കിൽ നിന്ന് നിയർലി 47 മിനിറ്റ്സ് ഉണ്ട് ഹാങ്ങിങ് ഗാർഡനിലോട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ എത്തിയ പോലെ തോന്നിയിട്ടാണ്. കാരണം ഈ ബസ്സിലിരുന്ന് ചാടിത്തുള്ളലൊക്കെ ആയിരുന്നു. സ്ഥലമില്ലെങ്കിലും കുഴപ്പമില്ല, ഒക്കെ മറിയാർന്ന് കിടന്നിട്ടൊന്നും പറയണ്ട. പകൽ തന്നെ അടിപൊളിയായിട്ട് വ്യൂ ഒക്കെ കാണുന്നുണ്ട്. നമ്മളെ ഷീസ് പാർക്കിലെ പോലെയല്ല കേട്ടോ ഗൈസ്, ഇവിടെ നല്ലോണം ആൾക്കാരുണ്ട്. ഷീസ് പാർക്ക് ഞങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടേക്കായിരുന്നു. പക്ഷേ ഹാങ്ങിങ് ഗാർഡനിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. കുറേ കാറുകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇവിടുത്തെ എൻട്രൻസ് ഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ദിറംസാണ് പെർ ഹെഡ്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഷീസ് പാർക്കിൽ കയറാനാണെങ്കിൽ ഇവിടെ ഇറങ്ങാനായിരുന്നു ഇഷ്ടം പോലെ സ്റ്റെപ്പ് ഇറങ്ങാനായിരുന്നു. പക്ഷേ ഷീസ് പാർക്കിൻ്റെ അവിടുത്തെ അത്ര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം സമയം അത്ര ആയല്ലോ, നേരെ 5 മണിയൊക്കെ ആയി ഞങ്ങൾ ഹാങ്ങിങ് ഗാർഡനിൻ്റെ അവിടെ എത്തിയപ്പോൾ. അപ്പോൾ നല്ലോണം ചൂടൊക്കെ കുറഞ്ഞ് നല്ലൊരു ക്ലൈമറ്റായിരുന്നു. നല്ല കുട്ടികളൊക്കെ കണ്ടില്ല, നല്ല ഉഷാറായിട്ട് ഓടി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. നല്ല വലിയ ഏരിയയാണ്. നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഇറങ്ങുമ്പോൾ ഒരു വൈബില്ലേ, അങ്ങനെ എന്നുവെച്ചാൽ ആ ഊട്ടിയിലത്തെ ഒരു വൈബില്ലേ, എനിക്ക് അതുപോലെ തോന്നിയത്. കുട്ടികൾ ഫോട്ടോസും റീലൊക്കെ എടുത്തതിന് ശേഷം നേരെ ഓടിയിട്ടാണ് പ്ലേ ഏരിയയിലോട്ട്. പക്ഷേ ഇവിടുത്തെ പ്ലേ ഏരിയയിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. കാരണം അവിടെ നിറയെ സെക്യൂരിറ്റീസും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞങ്ങൾ ഷീസ് പാർക്കിൽ വെച്ച് കളിച്ചല്ലോ. അങ്ങനെ അപ്പോൾ ഇവിടെ വന്ന് ഈ വ്യൂ കുറച്ച് നേരം ആസ്വദിച്ച് നിന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. സീന ടീച്ചർ എല്ലാവർക്കുള്ള ചോറ് പൊതിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ പൊതി അഴിച്ചഴിച്ച് അവിടെ ഇരുന്ന് കഴിച്ചു ഗൈസ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കേണ്ട എനർജിക്ക് വേണ്ടിയിട്ട്. ആരുണൊക്കെ കണ്ട നല്ല തീറ്റയാണ് അവിടെ ഇരുന്ന്. ഇവിടെ കുട്ടികൾക്ക് പറ്റിയ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പിന്നെയും കുറേ റീൽസ് എടുത്ത് സമയം പോയത് അറിഞ്ഞില്ല. ഇനി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർഫുഖാനാണ്. കോർഫുഖാനയിലെത്തി. അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ, നേരെ തിരിച്ചിങ്ങോട്ട് വരണമല്ല. അവിടെ പോയി കുറേ ഫോട്ടോസും കാര്യങ്ങളും റീൽസൊക്കെ എടുത്ത് എന്താ പറയുക. പക്ഷെ ഞങ്ങളൊരു കാര്യം മാത്രം നടന്നില്ല, കടലിൽ കുളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ 6:30 ബീച്ച് ക്ലോസ് ചെയ്യായിരുന്നു. ഞങ്ങളെത്തിയപ്പോൾ എത്ര മണിയായെന്നറിയോ? 8 മണി 8:15. അപ്പോൾ അവിടുത്തെ ആൾ വന്നിട്ട് പറഞ്ഞ്, മക്കളെ ആ പൂതി അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി, കടലിൽ കുളിക്കൽ ഇപ്പം നടക്കില്ല എന്ന്. രാത്രിയായപ്പോൾ ഫോൺ പണി തന്ന് ചാർജ് ഇറങ്ങിയപ്പോൾ അധികം ക്ലിയർ ഒന്നും ഇല്ല ലാസ്റ്റായപ്പോൾ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ, സീ യു സൂൺ.